നീ എവിടെയാ? ഞാനിവിടെ നാട്ടിലുണ്ടാ. നീ എന്താ പരിപാടി? ഒന്നും പറയണ്ടാവേ. ഒരു 1.5 പെഗ്ഗരാന്ന് പറഞ്ഞിട്ടൊരു മേജറുണ്ട്. അയാളുടെ തെങ്ങിന്റെ തടം കോരി 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 നടുപൊടിച്ചു. നിനക്ക് 1.5 അല്ല, 1/2 ലിറ്റർ ഞാൻ തരും. 1/2 ലിറ്ററാ? നീ കേറി വാ. നിന്റെ അടുത്താ? അല്ലടാ വാടാ. എടാ ഈ ഫോട്ടോ വെച്ചിരുന്ന് അവിടെ എത്താനുള്ളൊരു സമയം എനിക്ക് തന്നെ. വാ വാ. ഞാൻ അതേ പറഞ്ഞേട്ടാ. സാബുവനെ, എന്താണ് ഫോണിൽ കളി ജയിക്കാതെ ആ പ്ലാവിന്റെ കമ്പ് കയറി വെട്ടിയേ. പ്ലാവിന്റെ കൊമ്പ നീ പിടിച്ചേ. വീട്ടിലൊരു തന്തയില്ലേ, 2 ആളും കൂടി കയറി അങ്ങോട്ട് പറ്റിയാ മതിയേട്ടാ. ബീവറേജ് തുറന്നോട്ടെ, ഞാൻ കാണിച്ചു തന്നുണ്ട്. 1.5 പെഗ് നിന്നിട്ട് ഏതും തൊട്ടുണ്ടാക്കി നിൽക്കണ തേണ്ടി പുറത്തുമില്ലട്ടാ. എന്റെ പൊന്നെ, ഓ ഇത് മതി. ബാക്കി എൻ്റെ തെണ്ടി എല്ലാം കുടിച്ച് തീർക്കും. വിനു, ആ അളിയ, നീ പിന്നെ ചെറുതായ സാധനല്ലേ? സാധനമുണ്ട്. ആ പിന്നെ നീ പുറകിലോട്ടുന്നോ, ഞാൻ സാധനത്ത് അങ്ങോട്ട് വരാം. ടച്ചിങ്സ് കൂടെ എടുത്തോട്ടാ. ആ ടച്ചിങ്സ് ഒക്കെ ഉണ്ട്, നീ ചെല്ല്. എടാ പിന്നെ ആ പറമ്പിലോട്ടൊന്നോട്ടാ. പറമ്പിലെ കൊടുത്തല്ലോ, എവിടെയെങ്കിലും നിൽക്കാം. നീ വേഗം മാട്ടാ. ആ കിണറ്റിലൊന്നും പോയി ചാടല്ലട്ടാ. അത് കൂട്ടുകാരനാ. ഒരു കൂട്ടുകാരൻ നിന്റെ പെങ്ങളെ കൊണ്ട് പോയിട്ട് മതിയായില്ലല്ലേ? സാബുനെ സാധനം കണ്ടാ? ഇങ്ങോട്ട് അമൃതാണ്, അമൃത് റമ്മണല്ലേ? ആ എന്താടാ? എവിടെയായിരുന്നു ഇത്ര നാളും? ഞാൻ വീട്ടിലുണ്ടായി. ഇത്ര നാളും എവിടെയായിരുന്നു? എന്നോടല്ലേ? 24 ദിവസമായി കണ്ടിട്ട്. അളിയാ നീ കരയാണാ? ആനന്ദ കണ്ണീര്, ആനന്ദ കണ്ണീര്. ഞാൻ ഒരെണ്ണം അടിച്ചോട്ടെ? അടിക്കളിയാ. ഓച്ചേ ഓച്ചോ? വെള്ളമൊന്നും വേണ്ട. വേണ്ടേ? വേണ്ട. എങ്ങനെണ്ടാ? നീ എന്താ പണിന്ന് പറഞ്ഞില്ല? നീ ഒരോട് അടിച്ചേ പറയാടാ. അടിക്കാം, കൊഴപ്പൊന്നുമില്ല. ഏയ് അടി പറയാന്ന്. ഭയങ്കര അടങ്ങേറ് പിടിച്ച പണിയാണല്ലത്. എക്സസൈസുകാരിക്കിട്ട് പണിയെടുക്കാന്ന് പറഞ്ഞാൽ നമ്മക്കിട്ട് പണി കിട്ടൂലേ? ഇല്ല സാമോനെ, ഇതൊന്നും ആരും അറിയാൻ പോണില്ല. നോക്കിയേ, നീ ഇതെനിക്ക് ചെയ്തരും എങ്ങനെങ്കിലും. എന്നാലും ജീപ്പിന്റെ ബ്രേക്ക് കളയാന്ന് പറഞ്ഞാല് അതിനെന്താ? ബ്രേക്ക് അല്ലേ? നീ റോഡ് ഒഴിച്ചേ. അത് പറ. അപ്പൊ നമ്മള് മതി. ആര ബ്രേക്കാ പൊട്ടിക്കേണ്ടത്? അളിയാ ചവിട്ട് തീർക്കാന്ന് പറഞ്ഞില്ലേ? ഇതിന്റെ 1/2 ലിറ്റർ തീർന്നില്ല. എന്തൊരു കഷ്ടമാണ്. വല്ലതും നടന്നാ? എല്ലാം അടിച്ചിട്ടുണ്ട്, ഒരു പേടിയും പേടിക്കണ്ട. ഞാൻ വണ്ടി സ്റ്റാർട്ടാവൂലേ? വണ്ടിയൊക്കെ സ്റ്റാർട്ടാവും. ആളോടിയ എന്നെ കുറ്റം പറയാൻ നിൽക്കും. സാമോനെ, എന്താണ്? നിന്റെ വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എല്ലാത്തിനും ഞാൻ നിന്നെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഒരു കാരണവശാലും അളിയാ ചത്താലും നീ എന്നെ വിളിച്ചേക്കരുതട്ടാ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഓക്കെ അളിയാ? അല്ല അപ്പൊ എന്റെ കല്യാണം ഞാൻ നിന്നെങ്ങനെ വിളിക്കും? എന്റെ പൊന്നളിയാ പണിതത് എക്സൈസ് ജീപ്പിലാണ്. നീ ഫോണൊന്നും ചെയ്യണ്ട, നിന്റെ കല്യാണത്തിന് എങ്ങനെയെങ്കിലും എത്തിക്കോളാം. പിന്നെ പോലീസുകാരുണ്ട്, കുടിച്ചിട്ടുണ്ട്, സൂക്ഷിച്ചു പോട്ടാ. എടി കൊറോണ വന്ന ശേഷം കുടിച്ചിട്ട് എവിടെ വേണമെങ്കിലും പോവാന്ന്. എന്നാ പോ. പോലീസുകാരൊരു ഒതുക്കൊരു മാങ്ങാത്തിലില്ല. ആകെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, ഒരു തുള്ളി കുടിക്കാൻ കിട്ടില്ല. ഈ കുടിച്ചോന്നും പോരെ. എന്റെ ബാക്കിലൊരു ഇരിപ്പുണ്ടോ? എൻ്റെ ഒരു തേങ്ങയില്ല. നീ വണ്ടി കയറി. നീ വണ്ടി വിട്ടെ. എന്റെ മാമൻ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയോ? പാരസെറ്റമോളിൽ സോഡ എടുത്ത് കുടിച്ചാൽ മൂടാവുന്നു. ഞാൻ അത് കുടിച്ച് മൂടായി കിടക്കും. നീ പോവാന്ന് എന്നെ പറ്റിച്ചത്. ചത്ത് പോവട്ടളിയാ. നീ വിട്ടോടാ.
ഞാൻ ആ ജീപ്പ് എടുത്തിട്ട് വരാം. ഇതൊന്നും റെഡി ആയിട്ടാണ് കൊപ്പി തപ്പാ. ആയിക്കോട്ടെ. എന്താടാ വണ്ടി റെഡിയല്ലേ? എപ്പോഴേ റെഡി. ഞാൻ പണിതുകൊണ്ട് പറയല്ല കേട്ടോ. കേറി ഇരുന്ന സാറിന് തിരിച്ചിറങ്ങാൻ പറ്റില്ല. അമ്മാതിരി പെർഫോമൻസ് അല്ലേ? ആണോ? ആ നോക്കട്ടെ. അയ്യോ, സാർ ആ കാലം തൊടുത്ത് തൊഴിച്ചേ. ഞാൻ അവന്റെ പിക്കപ്പ് ഒന്ന് കാണട്ടെ. കത്തിച്ചു വിട്ടോ സാറേ. ആ ആക്സിലേറ്റർ സ്മൂത്തായി. സ്പീഡും കൂടുതലാണല്ലോ. ഇത് ഞെക്കിയിട്ട് ഇവിടെ അങ്ങോട്ട് ഈ കുറ്റിയോ? ആ കുറ്റി. ഓൾ ദ ബെസ്റ്റ്. ശരി. താങ്ക് യു സർ. അയ്യോ ഷെയ്ക്കിന്റെ കൊറോണ സാനിറ്റൈസർ. മോനെ പാടത്തേക്ക് പറപ്പിച്ചു വിട്ടേക്ക്. പാടത്ത് മറിഞ്ഞിരുന്ന് കുടിക്കുന്നവനെയും കളിക്കുന്നവനെയും പെടുക്കുന്നവനെയും എനിക്ക് വേണം. ഓക്കെ ശരി സർ. ഗുഡ് ബോയ്. എല്ലാ കവലയിലും കിറുക്കന്മാരാ. ഇതിന് മാത്രം കിറുക്കന്മാര് നമ്മുടെ നാട്ടിലുണ്ടെന്ന് ഇന്നാ മനസ്സിലായി. ശരിയാ, ഇന്നലെ മുതൽ അവന്മാര് പാടത്തും പറമ്പിലൊക്കെ ഡ്രോൺ അടിച്ചോണ്ടിരിക്കുക. എപ്പോഴാണോ ഇങ്ങോട്ട് പറഞ്ഞത്? ഇങ്ങോട്ടൊന്നും വരില്ല, ഇവിടെ സേഫ് അല്ലേ സുമേഷ്? സൈക്കിൾ നിർക്കണ്ടേ? അവനെനിക്ക് വേണം. വേറെ ആര് കിട്ടിയില്ലെങ്കിലും അവനെവിടെ എന്ത് മോഷണമായാലും വേണ്ടില്ല, അവനെ പിടിക്കണം. പോലീസിന്റെ ഡ്രോണാണെന്ന് അറിഞ്ഞിട്ടും കുപ്പിയെടുക്കാൻ വന്ന അവനെനിക്ക് വേണം. അവന് പിന്നാലെ പോട്ടെ. അവൻ തോറ്റു സാറേ. എനിക്ക് അവന്റെ മുഖം വേണം. ക്യാമറ തിരിക്ക്. സാറേ ഒന്നുമില്ല മോനെ, ഒന്നുമില്ല. സ്മോള് വിട്ടാത്തോണ്ട് നത്തിന്റെ കൈ വറക്കാൻ നോക്കിയോ? എന്റെ മാത്രല്ല, കൂട്ടിന്റെ കൈ സോഡ വെച്ചടിച്ച ഷർട്ട് ഇടാനും മറന്ന് പുല്ല്. അയ്യോ തുമ്പ. ആ ഷെഡിയെ നിങ്ങളെന്തോ ഓടിയേ? എടാ സുമേഷേ, നീ വെറുതെ തമാശ കളിക്കല്ലേ. എവിടെ നിന്നാ ഡ്രോണ്? ആ അതെ, ഞാനും സൈക്കിൾ ഷോമിയും സാമ്പാറും എല്ലാരും കൂടെ വെള്ളം അടിക്കായിരുന്നു പാടത്ത്. അപ്പൊ ഞങ്ങളുടെ പുറകെ കൂടെ പറഞ്ഞു വന്നടാ. അയ്യോ, അതിപ്പോ പോലീസിന്റെ തന്നെയാ. എന്നിട്ടെന്താ, ഒരു റമ്മിന്റെ കുപ്പി എടുത്ത് ഞാൻ അത് പടപടച്ചു. അയ്യോ സുമേഷേ, നീ തീർന്ന്. എടാ അത് പോലീസിന്റെ ഡ്രോണാ. എടാ അതിന് സെൻസറും ക്യാമറയും മണ്ണാങ്കട്ടൊക്കെ ഉണ്ടാവും. ഇപ്പൊ അവര് നിന്നെ ഫുള്ള് സ്കെച്ച് ചെയ്തിട്ടുണ്ടാവും. ഇനിയിപ്പോ ഞാൻ ചെയ്യാ? നീ ഇനിയിപ്പോ ഒന്നും ചെയ്യണ്ട, ബാക്കിയൊക്കെ അവര് ചെയ്തോളും. അവര് ചെയ്തോളൂന്ന് പറഞ്ഞാ? എടാ നിന്നെ കിട്ടി അവർ ഉരുട്ടി കൊല്ലും. നീ ആ ക്ലാപ്പെടുത്തോണ്ട് അവിടെ നിന്ന് പോയേ. ഇനി മേലെ കൂടെ വന്നേക്കരുത്. വെറുതെ മനുഷ്യനെ സ്കെച്ച് ചെയ്യാറില്ലടാ സുമേഷേ. വെക്കടാ വാണക്കുറ്റി. സാറേ
എന്നാലും എൻ്റെ പീറ്ററെ, നമ്മൾ പറത്തി വിട്ട സാധനം ഏതോ ഒരുത്തൻ കുപ്പി വെച്ചെറിഞ്ഞിട്ടില്ലേ? ആ പയ്യനവിടെ നിന്ന് കരയുണ്ട്. സാറിന്ന് വന്നാ അവനോട് ഞാൻ എന്താടാ പറയാ? എന്തെങ്കിലും ഒന്ന് വാ. മോനെ കരയല്ലേ, നമുക്കത് കണ്ടുപിടിക്കാം. സാറിനെ കണ്ടറിയാം. സാറിന് ഒരു ഉണ്ടായി കണ്ടുപിടിക്കാൻ അറിയില്ല. അവര് മനസ്സിലായി. സാറിന് അറിയോ, ഞാൻ ഈ ഡ്രോൺ വെച്ച് കല്യാണമൊക്കെ പിടിച്ചിട്ടാ സാറേ ജീവിക്കണേ. എന്റെ അമ്മ അടുക്കള പണിയെടുത്ത് വാങ്ങിച്ചെന്നാ സാറേ ഡ്രോണ്. ഞാനിനി എന്തു ചെയ്യും സാറേ? എനിക്ക് വേറൊരു പണിക്ക് പോകാൻ അറിഞ്ഞൂടാ സാറേ. എല്ലാ ജീവിതം മനുമോൻ കരയല്ലേ? മനുമോന്റെ ഡ്രോൺ ഈ ഷിബു സാറ് കണ്ടുപിടിച്ചിരിക്കും. ട്രസ്റ്റ് പത്തനാപുര രാജാവിനെ ക്രൗൺ അടിച്ചു മാറ്റിയവനെ കണ്ടുപിടിച്ചെങ്കിൽ നിന്റെ ഡ്രോൺ എറിഞ്ഞു വീഴ്ത്തിയവനെ ഈ ഷിബു സാറ് കണ്ടുപിടിച്ചിരിക്കും. മോൻ ധൈര്യമായിട്ട് വണ്ടി കയറും. പീറ്ററെ സാർ, വണ്ടി എടുക്കുക. പത്തനാപുരത്തേക്കാണ് സാർ? അല്ല, കോണത്ത് നിന്നിട്ട്. ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്താൽ മതിയായിരുന്നു. അങ്ങോട്ട് തേങ്ങയും ശ്ലോകം ചെല്ലലും. പീറ്ററെ, അവിടേക്കേ പോയിട്ടുള്ളത്. അങ്ങോട്ട് വിട്, അങ്ങോട്ട് വിട്. പീറ്ററെ, അങ്ങോട്ട് വിട. താടി മുടി വെച്ച മൈത്താന്റെ വരെ പിടിക്കാം. മദ്യം കൊണ്ട് പറ്റാ 10 കുപ്പി മദ്യാണ് മറ്റേ എറണാകുളത്ത് ഇവിടെ എത്തിക്കണേ. നമ്മുടെ ദുർബലൻ എടുക്കാൻ പോയണേ. ചേട്ടായുടെ പൊന്നു മോണില്ലേ, ഒരു 1.5 മണിക്കൂർ സമയം ചേട്ടായിക്കാടാ. 1/2 മണിക്കൂർ മാക്സിമം. ആ, അത് കഴിഞ്ഞാൽ പറ്റൂല. 1/2 മണിക്കൂർ കഴിഞ്ഞാൽ ഒട്ടും പറ്റൂല. മതി, അത് മതി. ആ ഗോഡ്സൺ ഭായ്, എന്തായി? അവര് വിളിച്ചിരുന്നാ? അവർ വിളിച്ചിരുന്നു. അവർ 10 മിനിറ്റുള്ളിൽ റീച്ച് ആവും. അവരൊന്ന് സാധനം കളക്ട് ചെയ്താൽ ഞാൻ അപ്പം തന്നെ സ്കൂട്ടാവൂട്ടോ. ഇവിടെ ആകെ സീന. അമിട്ട് പൊട്ടിമാരിയ ഗ്ലാഡുവിന്റെ അവസ്ഥ. ടെൻഷനായിട്ട് വയ്യ. നീ പെട്ടെന്ന് ആ കുപ്പിയും കൊണ്ട് ഇങ്ങോട്ട് വന്നിടവനെ. ഗോഡ്സൺ ഭായ്, നമ്മളിത് ആദ്യമായിട്ട് ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല. ഒന്ന് പേടിക്കാണ്ടിരുന്നേ. ഹാപ്പി ആയിട്ടിരുന്നേ. ഹാപ്പി ഹാപ്പി കൊറോണ ട്ടോ. ഹാപ്പി കൊറോണയാ? ഈശോയെ, കുപ്പി കാത്തോളണേ. ആർക്കടി നീ മദ്യം? ഗോഡ്സന്റെ നമ്മുടെ പുലിപ്പറക്കുന്ന ഗോഡ്സൺ. ഷാജിക്കാനെ പണിതേന് മോന്തനൊക്കെ ഒരു വെട്ടിയില്ലേ, ആ വെട്ടി ആയിട്ടാണ് ഈ ഗോഡ്സൺ. പുള്ളിക്കൊരു അനിയൻ ചെക്കനുണ്ട്, ഒരു വധൂരി ചെക്കൻ. ഇപ്പൊ മദ്യം കിട്ടാൻ സിക്കായിരിക്കുക. ആ പന്നിക്ക് വേണ്ടിട്ട് ഇടിയില്ലേ. ടീമേ, ഇതാണ് ഗോഡ്സൺ ഭായ്. ഏയ്, ഇത് വേറെ ഏതോ വാണാണ്. അവൻ്റെ കളറും മുടി ഊളത്തടിയും കണ്ടറിഞ്ഞൂടെ. ഈ ഗോഡ്സൺ ഭായിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാ. നൈസ് ടു മീറ്റ് യു. സെയിം ടു യു. നിയാസെ, കുപ്പി എടുക്കുക. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്പിരിറ്റ് എടുത്തത് നമ്മുടെ ഭായ. നമ്മളും അതെ. ഏയ്, നമ്മളറിയണ്ട. ഇവിടെ അപ്പൊ ഓക്കെ എന്നാ ശരി. ആര് സ്റ്റിക്കർ അടിച്ചേ? ഞാൻ. എന്തി? എഡ്യൂക്കേഷൻ ഒട്ടൂലല്ലേ? എന്ത് പൊട്ടത്തരട അടിച്ചു വെച്ചാണേ. പോലീസ് വിളിക്കൂട്ടാ. ഹാപ്പി കൊറോണ. ഹാപ്പി കൊറോണ. മെഡിക്കലിന്റെ സ്പെല്ലിംഗ് പോലെ അറിയാൻ പാടാത്തൊരു വാണങ്ങൾ ഇറങ്ങിയേക്ക. ശരിയല്ലേ? ഏറെക്കുറെ ചെയ്യാനുള്ളത്. ഞാനാരും പഠിപ്പിക്കാറില്ല ചെയ്യുന്നു. അവന്റെ ഒരു മെഡിക്കല് പൊളിക്ക് ഞാൻ ഹലോ സാറേ, ഇവിടെ ഈ അതിർത്തി ഏരിയയില്ലേ വണ്ടികൾ പൊളിഞ്ഞു നടക്കുന്ന സ്ഥലം, അവിടെ ഒരു ഒമ്നിയില് മദ്യം കിടത്തുന്നു സാറേ. വണ്ടി നമ്പർ 5170. വൈറ്റ് ഓക്കെ, ഞാൻ വരാം. ഓഫീസേഴ്സ്, അറിഞ്ഞിട്ട് ഞാൻ എങ്ങനെയും വെക്കും. പന്നിറച്ചൂട്ടിന് പൊള്ളി വിളിക്കാനുള്ള ഗോഡ്സൺ ഭായ് എന്തായാലും ഹാപ്പിയോ. എനിക്കത് മതി. ഗോഡ്സൺ ഭായുടെ ഹാപ്പിയാണ് എൻ്റെ ഹാപ്പി. അയ്യോ, എക്സസൈസ്. പേടിക്കണ്ട, കൊറോണ അല്ല, അലർജിയാ. എനിക്ക് ഉമ്മാരെ കാണുന്ന തന്നെ അലർജിയാ. സാറേ, കൊരട്ടിയില് അലർജിക്കുള്ള നല്ലൊരു ഡോക്ടർ. വണ്ടി വിടൂ.
ആ എന്താ ഈ കുപ്പിട്ടിരുന്ന ബൈ കുപ്പിട്ടി ബൈ, പക്ഷേ എക്സസൈസ് കണ്ടിട്ട് ബാക്കിലുണ്ടല്ലോ ബൈ. എക്സസൈസാ? എടാ ഒരു കാരണവശാലും എക്സസൈസിന് കീഴടങ്ങരുത്. എനിക്കിവിടെ കുപ്പി കിട്ടിയിരിക്കണം. എന്റെ ജീവൻ പോയാലും ഞാൻ അവർക്ക് കീഴ്പ്പെടില്ല ബൈ. അവരെന്നെ അതിസാഹസികമായിട്ട് കീഴ്പ്പെടുത്തി ബൈ. സാർ പിടിക്കണം സാർ. അത്യാവശ്യമായിട്ട് ഒരു മനുഷ്യൻ കൊണ്ടുവന്നു. ഞങ്ങളാളാ സത്യൻ സാറേ. ഓ സത്യജിത്ത് സാറേ, ഇവനെ പിടിച്ചതേ കേരള പോലീസാ. ഇവനെ പിടിക്കാൻ സ്കെച്ചിട്ടത് ഓടിച്ചതും പാവം ഞങ്ങൾ എക്സൈസാ. പട്ടം വെച്ചത് മാത്രം നിങ്ങൾ പോലീസ്. പിന്നെ എല്ലായിടത്തെയും പോലെ എക്സൈസിന്റെ കേസിൽ കയറി കളിച്ച് ആളാകാനുള്ള നിങ്ങളുടെ പോലീസിന്റെ പരിപാടി ഉണ്ടല്ലോ, അത് ഈ സത്യത്തിന്റെ റേഞ്ച് വേണ്ട. ശിവമോനെ, ഇവനെ ഞാൻ കൊണ്ടുപോവാ. എക്സൈസിന്റെ ഗേറ്റ് മലർക്കെ തുറന്ന് തന്നെ കിടക്കും. നിന്റെ പിള്ളേരെ കുട്ടി ഇവനെ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ കൊണ്ടുപോക്കോ. പിടിച്ചു കയറോ. അതെ മലർക്കെ തുറക്കാൻ നമ്മുടെ സ്റ്റേഷനിൽ അതെ, ഞാൻ പറയുന്ന മാസ് പഞ്ചിൽ ഗേറ്റ് ഉണ്ടാവും. താൻ അതിനകത്ത് ഗേറ്റ് ഉണ്ടാക്കാൻ നിൽക്കണ്ട, കൊണ്ട ഗേറ്റ് വെക്കേ. ആ പിന്നെ സാബു, പയ്യെ പോയാൽ മതി, മുമ്പത്തെ സ്പീഡ് വേണ്ട. വണ്ടിയുടെ കണ്ടീഷൻ നമ്മൾ നോക്കണം. എന്താണ് നിന്റെ പേര്? ദുർബലൻ. ശരിക്കുള്ള പേര് പറടാ. ബാലൻ. ഫോൺ എടുത്തോട്ടെ. ലൗഡ് സ്പീക്കർ ഇടാ. പേടിക്കണ്ട, സീനൊന്നുമില്ല. പിന്നെ നീ വല്ലതും കഴിച്ചോ? സ്നേഹം കൊണ്ട് ചോദിക്കണം സാറേ. അപ്പൊ നീ കോട്സിന്റെ ആളാ? ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ്. എന്നിട്ടെന്താ നീ ഇതുവരെ പറയാഞ്ഞേ? അത് പിന്നെ എടാ, കോട്സിന് എന്റെ സ്വന്തം ആളല്ലേ. എന്റെ ആദ്യത്തെ പോസ്റ്റിംഗ് അങ്ങ് മുത്തങ്ങ റേഞ്ചിലായിരുന്നു. അന്ന് കർണാടകയിൽ നിന്ന് ഇങ്ങോട്ട് സ്പിരിറ്റ് കൊണ്ടുവരുന്ന ഏർപ്പെടായിരുന്നു ഈ കോട്സൺ. ആണോ? അന്ന് മുതലുള്ള പരിചയമായി കോട്സനുമായിട്ട്. ഇവിടെ വന്നപ്പോ അവനെ കുറിച്ച് കേട്ടിരുന്നു, പക്ഷെ കാണാൻ പറ്റിയില്ല. ദുർബലിന് ഞാനൊരു കരിക്ക് എടുക്കട്ടെ? വേണ്ട സാറേ. അയ്യോ അങ്ങനെ പറയരുത്, ഒരെണ്ണം എടുക്കാം. സാറിന് നിർബന്ധമാണെങ്കിൽ എടുക്കാം അല്ലേ? സതീശ, ദുർബലിന് ഒരു കരിക്കേ? ഭയങ്കര ഇഷ്ടം. അതിനെന്താ തണുപ്പിക്കാലോ? സതീശ, തണുത്തതേ. തണുത്തത് സാറിന് വേണ്ടേ? എനിക്ക് ആദ്യം മോനെ. വെരി ഗുഡ് സാർ. ഇതാണോ സാർ കരിക്ക്? അതെ. ഇനി സെല്ലിനകത്തേക്ക് പ്രവേശിച്ച് കാലുകൾ ഇങ്ങനകത്തി നന്നായി കുനിഞ്ഞു നിൽക്കുക. എന്നാലേ കരിക്കിനിരിക്കുമ്പോൾ നല്ല പദം വരും. മര്യാദക്ക് നിന്നില്ലെങ്കിൽ ഈ കരിക്ക് മാറ്റി ഞാൻ ചക്ക കെട്ടി തൂക്കും. മനസ്സിലായോ? എന്ന് ഞാൻ അങ്ങോട്ട്. ആയിക്കോട്ടെ, പോയിക്കോളൂ. പോട്ടെ സാർ. സാർ പൊസിഷൻ ഓക്കെ അല്ലേ? ഗുഡ് ബോയ്. ആ അനസേ, എത്ര സോഷ്യൽ ഡിസ്റ്റൻസ് ഇട്ട് നമ്മൾ ഇടിച്ചാലും അവൻ നല്ലോണം അലറുമ്പോ തുപ്പിലെറിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അവന്റെ മോന്തയ്ക്ക് ഒരു 3 മാസ്ക് വെച്ച് കൊടുത്തേ. മാസ്ക് ഓക്കെ? സതീശ തുടങ്ങിക്കോ. സമയം കളയണ്ട. ദുർബലിന്റെ കരച്ചിലല്ലത്. എഴുതാൻ പോലും സതീശ, കരിക്ക് മിസ് ചെയ്യല്ലേ? കറക്റ്റ് മുതുകത്ത്. അത് തന്നെ. ഇതാരെ ഗോഡ്സണോ? നിനക്കിപ്പോ കള്ള് കച്ചവടം അല്ലേ? അല്ല സാറേ, ആ 10 ഉപ്പ് ഇങ്ങനെ തന്നേക്ക് സാറേ. അനിയഞ്ചക്കനെ ഒരിത്തിരി സീനായിട്ട് ഇരിക്കണേ. അനിയനെന്താ സീൻ? അവനും മദ്യമില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. അവന് വേണ്ടി കൊടുന്നതാ സാറേ. ചുമ്മാ കഥ വിട് ഗോഡ്സാ. നിനക്കിപ്പം മദ്യ കച്ചവടമാണെന്നും ഈ ടൈമിൽ നീ നന്നായിട്ട് കാശുണ്ടാക്കുന്നുണ്ടെന്നും എനിക്കറിയാം. എന്നാ കേട്ടോ, നിന്റെ കൈ കൊണ്ട് ഞാൻ സ്ഥലത്തേക്ക് ഇനി ഒരു തുള്ളി മദ്യം ഒഴുകില്ല. ഒഴുകാൻ ഈ സത്യത്തിൽ സമ്മതിക്കില്ല. പിന്നെ ഈ കേസ് ദുർബലിന്റെ നില കെട്ടിവെച്ച് രക്ഷപ്പെടാമെന്ന് നീ വിചാരിക്കണ്ട. നിന്നെ ഞാൻ പൊക്കും ഗോഡ്സാ. പൊക്കിയിട്ടേ പഴയ കണക്കടക്കം ഞാൻ തീർക്കും. ഗോഡ്സാ, നിനക്ക് വേണ്ടി ഞാൻ കരുതിയിട്ടുണ്ട് നല്ല ചെന്തെങ്ങിന്റെ കോല. അങ്ങോട്ട് കോണത്തിലെ
ജോസേട്ടാ ജോസേട്ടാ ജോസേട്ടൻ ഒന്ന് മാറി മക്കളെ പാടി ആ നമ്മുടെ ക്ലാഡുവിന്റെ സൗണ്ടല്ലേ കേൾക്കണം അവന്റെ തന്നെയാ. പോയി നോക്കാം. നിങ്ങളുടെ അനിയനല്ലേ, നിങ്ങൾ തന്നെ പോയി നോക്കിയാൽ മതി. വേറെയും സൗണ്ട് കേൾക്കണ്ടല്ലോ പണ്ടവിടെ വേണ്ടി ഇന്നലെ പട്ടി എങ്ങനെയാണ് മിണ്ടിപ്പോര് തലയിൽ പൊളിക്ക് ഞാൻ തള്ളേ അത്തേക്ക് പോയിക്കേ പോലീസിനെ വിളിച്ചൊന്ന് ഇഞ്ച കത്തിക്കില്ല പട്ടിയായിരുന്നില്ല ജോസായിരുന്നു. നീ എന്ത് പ്രാന്തി കാണിക്കണേ? എന്റെ ജോസ് എന്തുട്ട് പ്രശ്നം ഞാൻ കൊല്ലണം പന്നി നീ സാമ്പിൾ ഉപ്പില് എന്തൊട്ടൊക്കെ നീ കാണിക്കണേ വാങ്ങട് അതായിരുന്ന കാര്യം. ആ മതിലും വലിയ നാറിയാന്ന് എനിക്ക് അറിഞ്ഞൂടെ? കട്ടൻ ചായ വേണേ ഞാൻ ഉണ്ടാക്കി തരില്ലായിരുന്നു. അത് നീ മതിലും ചാടി വരണം. ഈ ചേനക്കാരെ എന്തുണ്ടാക്കിയാൽ ഡ്യൂപ്ലിക്കേറ്റാ? ഇത് മാത്രം ഒറിജിനലായി പോയില്ല ദൈവമേ. ദവാനില്ലേ? ദവാനില്ല. പിന്നെ എന്നിട്ടുള്ളേ ഇവിടെ ഉള്ളതേ ഉള്ളൂ. എന്നുള്ളതുണ്ടോ? വേഗം കേട്ടോ വെറുതെ. പോലീസ് അല്ല എക്സസൈസ്. ഗുഡ് മോർണിംഗ് സാർ. കണക്കെടുക്കാൻ വന്നില്ല. ഇത് കണക്കി വെച്ചോ. എനിക്ക് വേണ്ടത് നിന്റെയൊക്കെ തലയാ. എവിടെടാ നിന്റെ മുതലാളി? അറിയില്ല സാർ. അവൻ എവിടെ പോയാലും അവന്റെ മൂക്കിനടിച്ച് പൊളിച്ചിരിക്കും. സതീശ കൂട്ടിത്തില്ലേ? ഐ ആം വെരി അഗ്രസീവ് ഓഫീസർ. അറിയാം സാർ. എന്തുട്ട് തേങ്ങ ഗോഡ്സൺ നീ പറയണത്? ഇമാതിരി തെണ്ടിത്തരൊക്കെ ചെയ്തിട്ട് കൊറോണ കാലത്ത് പള്ളി തുറപ്പിച്ച് കുമ്പസരിച്ച പാവം തീരുന്ന എന്നോട് ആരാ പറഞ്ഞത്? അല്ലച്ചോ, ബൈബിളിലൊക്കെ പാപം ചെയ്തിട്ട് കുമ്പസാരിച്ചാൽ മതി എന്നല്ലേ പറയണേ? അതൊരുമാതിരിപ്പെട്ട പാപൊക്കെ. ഇതെന്തൂട്ട് പാപൊക്കെ നീ ചെയ്തു വെച്ചിക്കണ്? നീ ഒരു മഹാപാപിയായി തീർന്നല്ലോ. ഡാ ഞാനൊന്ന് ചോദിക്കട്ടെ, എന്താ നിന്റെ പേര്? ഗോഡ്സൺ. അതിന്റെ അർത്ഥം എന്താ? ദൈവപുത്രൻ എന്നല്ലേ? ആ ദൈവപുത്രൻ. എന്നിട്ടാണോ ഇമാതിരി തെണ്ടിത്തരൊക്കെ ചെയ്യുന്നത്? അത് പിന്നെ നമ്മുടെ പണി അങ്ങനെയായി പോയില്ലച്ചോ. ഭയങ്കര കോമ്പറ്റീഷനാണ്. ഇമ്മാരി അൽക്കുലത്ത് പരിപാടി ഇല്ലാണ്ട് പിടിച്ചിക്കാൻ പറ്റില്ലെന്ന്. അല്ലെങ്കിൽ ആള് തവിടുകൂടി ഭസ്മായി പോന്ന്. അപ്പൊ നിനക്ക് എന്നെ ഒരു വിലയില്ല. അങ്ങനെ പറയരുതച്ചോ. ശരിയല്ലേ? അച്ഛൻ പറഞ്ഞിട്ടല്ലേ ഞാൻ മദ്യപാനം നിർത്തിയത്. ഈ വരുന്ന പള്ളിപ്പെരുന്നാളിന് 5 വർഷം ഗോഡ്സൺ വെള്ളടി നിർത്തിയിട്ട്. 5 വർഷമായ? അപ്പൊ അച്ഛനെ ബഹുമാനില്ല എന്ന് മാത്രം പറയരുത്. പുണ്യാളം പൊറക്കില്ല. ഇതിപ്പോ ആരത്? ആക്കോട്ടാ ഇവന്റെ ഒരു കാര്യം. ആ ഫ്ലോ കുട്ടാ എന്നിട്ട് ചെയ്യാ. ഓരോന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ആലോചിക്കണം. അത് ശരി. ഇതാ കുറച്ച് പഠിപ്പ് കൂടിപ്പോയുള്ള കുഴപ്പം. ഇതെന്തുറ്റടാ കുട്ടുണ്ടായേ? എന്റെ ഗോഡ്സംബായ്, ക്ലാഡു കാലത്തൊട്ട് കുപ്പി വേണമെന്ന് പറഞ്ഞു വൻ സീന്. കുപ്പി വാങ്ങാൻ വേണ്ടി ബാറിൽ പോയി ഈ ദുർബലിനെ എക്സസൈസ് ചെയ്ത് ബാറും പൊട്ടിച്ച്. അങ്ങനെ വൈകുന്നേരം വരെ നോക്കിയിട്ട് കുപ്പി ഒന്നും കിട്ടിയില്ല. അവസാനം നമ്മുടെ കാട്ടാൻതൊട്ടിലെ ഷാജിയില്ലേ? ഏത് ഷാജി? നമ്മുടെ പട്ടാളത്തിലുള്ള. അവന്റെ കയ്യിൽ ഒരു കുപ്പി ഉണ്ടെന്നും കേട്ട് അതും വാങ്ങി ഞാനിവിടെ എത്തുമ്പോഴേക്കും സാനിറ്റൈസറിൽ ആൽക്കഹോൾ ഉണ്ടെന്നും പറഞ്ഞ് ഈ ദുർബലിന്റെ വാക്കും കേട്ട് ഗ്ലാഡ് ഒരു കുപ്പി സാനിറ്റൈസർ എടുത്തിട്ട് കുടിച്ചു. സാനിറ്റൈസറാ? എൻ്റെ ഒരു ജനറൽ നോളജ് അനുസരിച്ച് സാനിറ്റൈസറിൽ ആൽക്കോൾ ഇൻവോൾവ് ആണെന്ന് പറഞ്ഞത് നേരാ. പക്ഷെ നമ്മുടെ ക്ലാഡ്സ് അതെടുത്ത് കുടിക്കുന്നു ഞാൻ മനസ്സിൽ പോലും വിചാരിക്കണല്ല. ഞാൻ നടക്കങ്ങട്.
റെസ്പെക്ട് അയ്യോ അൺകോൺഷ്യസ് വിളിക്കണ്ട ഉടനെ അപ്പം മദ്യം ചോദിക്കും. അതിനിപ്പോ എന്താ കുഴപ്പം? കുട്ടമ്മ സാധനല്ലേ? ഏത് സാധനം? കാട്ടാന്തോട് ഷാജിയണ്ടെന്ന് മേടിച്ച സാധനല്ലടാ. അത് ടെൻഷൻ കൂടിപ്പോ ഞങ്ങൾ എല്ലാവരും കൂടി ഓരോന്ന് അടിച്ചടിച്ച് സാധനം തീർന്നു, തൊലിച്ചു. ഒരു കുപ്പി സ്കോച്ച് വാങ്ങിച്ചു തരാടാ. എങ്ങനെയെങ്കിലും ഒന്ന് ടയലാക്കി തടാ. സാബു, 1-2 കുപ്പിയല്ല, 30 കുപ്പി ദവാനാ മിസ്സിങ്. മനസ്സിലായ? അത് സ്റ്റോക്ക് കാണിച്ചില്ലെങ്കിൽ നിന്റെ പണി പോകൂട്ടാ. ഒരു പിടിയും കിട്ടുന്നില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒന്നും ചെയ്യാനില്ല. എടുത്തോണ്ട് പോയി കുടിക്കുമ്പോൾ ആലോചിക്കണേ ഇതൊക്കെ കണക്കുള്ള മദ്യാന്ന്. ഒരു കാര്യം ചെയ്യും, എത്രയും പെട്ടെന്ന് 30 കുപ്പി ദവാനൊപ്പിക്കാൻ നോക്കും. അതുവരെ സാറിനെ എന്തേലും പറഞ്ഞ് ഞാൻ പിടിച്ചു നിർത്തിക്കൊള്ളാം. പക്ഷേ പെട്ടെന്ന് വേണം കേട്ടോ.